Flashback. ചേട്ടന്മാരെ പരിപാടിയൊന്നുമില്ല രണ്ടുപേർക്കും. എന്ത് പരിപാടി? ഞങ്ങൾ പറഞ്ഞ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയില്ല. പക്ഷേ എൻ്റെ ആശാന്മാരെ, നിങ്ങൾ ഈ അടിച്ചു കളഞ്ഞ കാശുണ്ടായിരുന്ന 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാം. നീ അടിക്കുമോ? ഞാൻ അടിക്കുക. എന്നാൽ നിന്റെ വണ്ടി താക്കൂല, ഞങ്ങൾ വഴിക്ക് പോയിട്ട് എന്നാ എന്തേ വേണ്ടേ? വാങ്ങടാ, നമുക്ക് ഷാപ്പിൽ പോവാം. വാങ്ങിട്ടോ തല ചുവന്നുണ്ടോ? എനിക്ക് ഓടിക്കറിയാം. പഴയ ഫലബന്ധുക്കളിലെ ചളിയായിട്ട് ഇറങ്ങിയേക്കാം രണ്ടുപേരും. തേഞ്ഞു. അതെ, ഈ കോലോത്തെ ബിനുവിൻ്റെ വീടറിയോ? ആ, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ആൽത്തറയുണ്ട്, അവിടെ ആരെങ്കിലും ചോദിച്ചാൽ മതി. ഓക്കെ. എന്നാ ഏട്ടാ കാര്യം? ഒരു കല്യാണ ആലോചന. അവനും പെണ്ണ്. ചേട്ടാ, അതെ, ഈ ചേട്ടൻ ആൽത്തറയ്ക്ക് ചെന്നിട്ടേ കോലത്തെ ബിനു എന്ന് പറഞ്ഞ ആളുകൾക്ക് അറിയത്തില്ല, ഈ ചുരുട്ട് ബിനു എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ചുരുട്ട് ബിനു? അതെ, ഈ ഫുൾ ടൈം കഞ്ചാവ് അടിച്ച് നടക്കുന്നവർ ഈ നാട്ടുകാരിട്ട പേരാ. നിങ്ങൾ ആ പാവം പയ്യനെ പറ്റി അനാവശ്യം പറയരുത് കേട്ടോ. അതെ, ഇങ്ങോട്ട് നോക്കിയേ, ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ വാറ്റും കഞ്ചാവും വിൽക്കുന്നത് ഞങ്ങൾ രണ്ടുപേരുമാണ്. ആ ഞങ്ങളുടെ പ്രീമിയം ക്ലയൻ്റ് ബിനു. ഇവന്റെ വീടിന്റെ തൊട്ടടുത്ത ബിനുവിന്റെ വീട്. ചെറുപ്പം പോലെ ബിനുവിന് ഇവനെ അറിയുകയും ചെയ്യാം. ആണോ? അപ്പൊ തൻ്റെ പേരെന്നാ? ഗോവൻ, പുളിമൂട്ടിൽ ഗോവൻ. എന്റെ പൊന്നു ഗോവ, വളരെ ഉപകാരം, വളരെ ഉപകാരം. നന്ദി. എന്താടാ? എവിടെയാ മാറി നീ? തോട്ടത്തിൽ. നീ എന്നെ അന്വേഷിച്ചു ബ്രോക്കറോട് എന്തൊക്കെ തോന്നിയ ദിവസമാടാ പറഞ്ഞത്? അതൊരു തമാശക്ക്. തമാശക്ക് കൂടെ നീ നിന്റെ പേരും അഡ്രസ്സും കൂടെ പറഞ്ഞു കൊടുത്തല്ലോ അല്ലേ? നിന്റെ തള്ള ഇവിടെ വന്ന് നിന്റെ കല്യാണം നടക്കണമെന്ന് എന്നോട് സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ എന്റെ സ്വന്തം റിസ്കിൽ വിളിച്ചു വരുത്തിയ ബ്രോക്കറാണ് നീ വഴി തറഞ്ഞു കിട്ടി മറ്റേ വട്ടാനം പറഞ്ഞത്. അളിയാ? അളിയൻ്റെ ആണ്. എടാ, നിന്റെ അമ്മയെ കണ്ട് കാര്യങ്ങളെ കുറിച്ച് തീരുമാനമാക്കാൻ അയാൾ വന്നത്. ഞങ്ങായി.